നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മിനിങ് ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെ സ്നേഹത്തിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഇനി സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും സംശയമൊക്കെ നീ ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞുതരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് പാക്ക് കാണിച്ചു തന്നു, ഹെയർ ഡൈയുടെ അല്ലേ. ഫസ്റ്റ് പാക്ക് ചെയ്തിട്ട് അത് നമ്മൾ അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് സമയമുള്ള പോലെ, 1.5 മണിക്കൂർ, ചിലർ അത് തലയിൽ തേച്ചിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 1.5 മണിക്കൂറോ വെച്ചിട്ട് നമുക്ക് അത് വാഷ് ചെയ്ത് കളയണം. വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മുടെ സെക്കൻഡ് പാക്ക് തുടങ്ങാൻ. സെക്കൻഡ് പാക്ക് ഇന്ന് കാണിച്ചു തരാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് പാക്ക് ഇന്ന് തേച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് പാക്ക് തേക്കാം. അല്ല, സമയമുള്ളവർക്കാണെങ്കിൽ ഫസ്റ്റ് പാക്ക് തേച്ച് പിടിപ്പിച്ച് ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞ് നേരിയതായിട്ടൊന്ന് തുടയ്ക്കാം. ചെറിയ എളുപ്പമൊന്നും കുഴപ്പമില്ല കേട്ടോ. ആ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ സെക്കൻഡ് പാക്കും തേക്കാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കാണിച്ചു. അപ്പം നമ്മുടെ സെക്കൻഡ് പാക്കിന് ഒരേ ഒരു മെറ്റീരിയൽ മതി കേട്ടോ. ഇതാണ് നീലാമരി. നീലാമരി നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാം, ഈ കളറായിരിക്കണം കേട്ടോ. ഗ്രേ കളറാണെങ്കിൽ അതിന് കളർ കിട്ടില്ല നമ്മൾ ചെയ്താൽ കേട്ടോ. അതുപോലെ ഒരുപാട് വർഷം പഴക്കം എത്തിയതാണെങ്കിലും നമുക്ക് കളർ കിട്ടില്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ വേണം വാങ്ങിക്കാനായിട്ടോ. ഇത് നമ്മൾ ആവശ്യത്തിന് ഓരോരുത്തർക്ക് എന്തോരം മുടി വേണോ അത്ര എടുക്കാം. 3, 4, 5, 6 എത്രയാണോ സ്പൂൺ ഓരോരുത്തർക്കും വേണ്ട മുടിക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കൂട്ടുന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഞാനിതൊരു 7 സ്പൂൺ എടുത്തിരിക്കണം കേട്ടോ. എനിക്കും വേണം, ചേട്ടനും വേണം. ചേട്ടനും ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു 7 വർഷമായിട്ട് ഞാൻ തേക്കുന്നുണ്ട്. ചേട്ടൻ ഒരു 3 വർഷമായിട്ട് തേക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു 7 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മറ്റേ ഫസ്റ്റ് പാക്ക് പോലെ ഇത് മിക്സ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് പാക്ക് നമുക്ക് എളുപ്പം മിക്സ് ചെയ്യാൻ പറ്റും, ഹെന്നയും അമല പൗഡറും. പക്ഷെ ഇത് ഭയങ്കര ഇതാണ്, നൈസ് പൊടിയാണ് കേട്ടോ. ഇത് പറക്കും, നമ്മളിങ്ങനെ ഇടുമ്പോഴൊക്കെ ഇങ്ങനെ പറക്കും. അപ്പോൾ ഇതിന് കട്ടിയില്ലാത്ത പൊടിയാണ്. അതുകൊണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെറും വെള്ളം മതി കേട്ടോ, പച്ചവെള്ളം മതി. വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഈ വെള്ളം മുഴുവൻ ഇത് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് എളുപ്പം ഇത് മിക്സ് ചെയ്യാൻ സുഖമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് നമുക്ക് ജോലി ചെയ്യാം. ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. ഇത് പൊടി ഇങ്ങനെ ആദ്യം ഇത്തിരി വെള്ളത്തിൽ ലയിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതിന് കട്ടിയില്ലല്ലോ, ഒട്ടും കട്ടിയില്ല. അതുകൊണ്ടിട്ടാണ് കേട്ടോ. പൊടിയൊക്കെ പറക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ ഡൈ തന്നെയാണ്, കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് ഫസ്റ്റ് പാക്ക് മാത്രം മതിയാവും കേട്ടോ, അല്ലെങ്കിൽ സെക്കൻഡ് പാക്ക് മാത്രം മതി. അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മുടിയുടെ കളർ വ്യത്യാസം. ആ കളർ വ്യത്യാസത്തിനനുസരിച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഇത് യാതൊരു ദോഷവും ഇല്ല. ഇത് മുടിയും വളരും കേട്ടോ. നീലാമരി, ഹെന്ന, ഈ പറയുന്ന അമ്ല എല്ലാം നമുക്ക് മുടിക്കും കൂടി വളർച്ചയുള്ളതാണ് കേട്ടോ മുടി. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നരയ്ക്കാത്തവർക്കും കൂടി നമുക്ക് നല്ലതാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മുടിയും വളരും, അതുപോലെ നരയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇത് ചിലവർ പറയുന്നു ചിലവർക്ക് നീലാംബരി അലർജിയാണെന്ന് പറയുന്നു. അത് ചിലപ്പോൾ പല തരത്തിലാണ് ഇതിന് പ്രോസസ്സിങ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ള വിവരിച്ചിട്ടുണ്ട്, ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വളരെയധികം പ്രോസസ്സിങ്ങിലൂടെയാണ് ഇത് ഈ പൊടിയായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം പ്രോസസ്സിങ്ങിൽ വരുന്ന എന്തെങ്കിലും വ്യത്യാസം കൊണ്ട് നമുക്ക് അങ്ങനെയും വരാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ചൊറിച്ചിലുണ്ടാവും ചിലവർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലവർക്ക് ചൊറിച്ചിലെന്ന് പറയുമ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു കേട്ടോ. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല പൊടി കിട്ടും കേട്ടോ.
നമുക്ക് ഓൺലൈനിൽ കിട്ടും ഇതിപ്പോൾ പൊടികൾ. എവിടെ നിന്നാണെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ആമസോണോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആയുർവേദ കടകളിലോ, അല്ലെങ്കിൽ ഹോൾസെയിൽ ഉണ്ടാവും, ഹോൾസെയിൽ എല്ലാ കടകളിലോ അങ്ങനെയാണ്. ഞാനിത് ഹോൾസെയിലായിട്ടാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ആമസോണിൽ നിന്ന് മേടിക്കും. അപ്പോൾ പല അളവിലുണ്ടാവും, നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്, അതുകൊണ്ടിട്ടാണ് കേട്ടോ കൂടുതൽ വാങ്ങിക്കുന്നത്. എല്ലാം ഹോൾസെയിലായിട്ട് തന്നെ മേടിച്ച് വെക്കും, ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും എല്ലാം. നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. ഇതാണ് കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇനി മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് കഴുകി കളയണമെന്ന് ചോദിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുകി കളയണം കേട്ടോ. ഇത് പിന്നെ നമുക്ക് സമയം അനുസരിച്ചിട്ട് തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കഴുകി കളയാം. ഏറ്റവും നല്ലതാണ് കേട്ടോ. സൂപ്പർ ആണ് ഈ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഒരുപാട് മുടിയുള്ളവർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ കുറച്ച് മുടിയുള്ളവരാരും പറയണ്ടല്ലോ. ഇത് യാതൊരു ബുദ്ധിമുട്ടായിട്ടും തോന്നണ്ട കേട്ടോ. അതുപോലെ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാം, മുടിയെ സ്നേഹിക്കാം കേട്ടോ. മുടിയെ സ്നേഹിക്കാം, മുടി വെടുത്താൽ, മുടി പിന്നിയിട്ട, ഇതൊക്കെ ചെയ്ത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പോയി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. ഇനി ഒന്നുമില്ല, ഗ്രേ മുടിയൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പാക്ക് മാത്രം തേച്ചാലും മതി കേട്ടോ. മുടി നല്ല സിൽക്കി ആയിട്ട് വരും. മൈലാഞ്ചിയൊക്കെ പ്രത്യേകിച്ചും തേക്കുമ്പോൾ നല്ല സിൽക്കി ആയിരിക്കും, മുടി നീളം വെച്ച് വരും കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഈ എണ്ണയും അതുപോലെ തന്നെ ആംലയും കൂടി പേസ്റ്റാക്കി തലയിൽ തേച്ച് നിങ്ങൾ ഡെയിലി നിങ്ങൾ മുടി വെടുത്തണം കേട്ടോ. വെടുത്തി കഴിഞ്ഞിട്ട് കോമ്പ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം മസാജിങ് കിട്ടും, സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും, ഫോളിക്കിൾസ് വികസിപ്പിക്കും. അങ്ങനെ അടഞ്ഞിരിക്കുന്ന ഫോളിക്കിൾസ് ആണെങ്കിൽ, അതുകൊണ്ട് മുടി വളരുന്നില്ല എങ്കിൽ ആ ഫോളിക്കിൾസ് എല്ലാം ഓപ്പൺ ആകുമ്പോൾ നമുക്ക് മുടിയൊക്കെ വളരും. പിന്നെ അതുപോലെ ഇതെല്ലാം പ്രോട്ടീൻ കൂടിയ സാധനങ്ങളൊക്കെ ഞാൻ കുറേ ടിപ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ എല്ലാ വീഡിയോസും കിട്ടും കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. മുടി നീട്ടം വെക്കാനും, ഡ്രൈനെസ് മാറാനും, മുടിയുടെ കൊഴിച്ചിൽ മാറാനും, സിൽക്കി ഹെയർ ആവാനും, മുടി കരുത്തോടു കൂടി നിൽക്കാനും, തിക്നെസ് ഉണ്ടാവാനും, ഇങ്ങനെ പല പല തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പം ആദ്യം തന്നെ നമ്മൾ ഈ സൈഡ് നോക്കാം. ഫ്രണ്ട് ഫസ്റ്റ് പാക്ക് കാണിച്ച പോലെ തന്നെ ഫ്രണ്ട് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി തേച്ച് കഴിയുമ്പോൾ മുടിക്ക് നരച്ച മുടിയുള്ളവരാണെങ്കിൽ ഇത് ഫസ്റ്റ് പാക്ക് തേച്ച് കഴിയുമ്പോൾ ബ്രൗൺ കളർ കിട്ടും നമുക്ക്. അപ്പോൾ ഈ ബ്രൗൺ കളറിൽ നമ്മൾ ഈ ഇൻഡിഗോ പൗഡർ ആണല്ലോ നീലാമരി എന്ന് പറയുന്നത്, അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് വയലറ്റ് ആണ്, പക്ഷേ ഈ ബ്രൗൺ ആയിട്ട് കൂടി ചേരുമ്പോൾ അത് ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് നമ്മൾ യൂസ് ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ചിലവർ ഇത് രണ്ടും കൂടി ഒന്നിച്ച്, അതായത് ഫസ്റ്റ് പാക്കും സെക്കൻഡ് പാക്കും അല്ലെങ്കിൽ മൈലാഞ്ചി നീലമരിയും കൂടി മിക്സ് ചെയ്ത് തല തേക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ നരച്ച മുടി കറക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, നമുക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് വരും കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് നമ്മൾ അപ്ലൈ ചെയ്താലാണ് ഇതാവുന്നത് കേട്ടോ. ഇത് ഹെയർ ഡൈക്ക് മാത്രമല്ല, ഹെയർ ഗ്രോത്തിനും കൂടി നല്ലതാണ് കേട്ടോ. അതാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ പ്രകാരം ഇതുപോലെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ അകത്തി ലെയറൊക്കെ അകത്തിയിട്ട് നമുക്ക് തേക്കാം.